തമിഴിൽ നിന്ന് ഒരു സൈക്കോ പടം വന്നിട്ടുണ്ട്. 9 പെങ്കൊച്ചുങ്ങളെ കൊന്ന ഒരു സൈക്കോന്റെ കഥന്റെ കഥ. തള്ളെ സൈനൈഡ് മോഹനൻ, അതാണ് എന്റെ മനസ്സിലോട്ട് ആദ്യം വന്നത്. കാരണം ഇപ്പൊ എവിടെ നോക്കിയാലും ഇൻസ്പയർഡ് ഫ്രം സൈനൈഡ് മോഹനൻ, ഇൻസ്പയർഡ് ഫ്രം സൈനൈഡ് മോഹനൻ. അതിന്റെ റീസെന്റ് എക്സാമ്പിൾ ആണ് കളങ്കാവൽ. കളങ്കാവൽ അല്ല ആദ്യത്തെ പടം. ഈ സൈനൈഡ് മോഹനന്റെ ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പടം കളങ്കാവൽ അല്ല. ദഹാദ് പറഞ്ഞിട്ട് സൊനാക്ഷി സിൻഹയുടെ ഒരു സീരീസ് ആമസോൺ പ്രൈമില് 2022 എന്തോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സാധനത്തിന്റെ 100% സിമിലർ ആണ് ഭഗവത് ചാപ്റ്റർ 1 രാക്ഷസ് 2025 C5 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒക്കെ ഒരു 95% സിമിലർ ആണ് നമ്മുടെ കളങ്കാവല്. കാരണം ഒരു 5% ക്ലീശ അവര് ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, ബാക്കിയൊക്കെ സെയിം ടു സെയിം. എന്നാ ഇത് സൈനൈഡ് മോഹനന്റെ കഥയല്ല. ഇത് സ്റ്റീഫൻ നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഒരു നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല സാർ, ആ സാധനമല്ല. ഇത് സൈക്കോ സ്റ്റീഫൻ. സോ ഈ സിനിമ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റീഫൻ ഇവരെയൊക്കെ കൊന്നിട്ട് സറണ്ടർ ആവാൻ പോവാണ്. പോലീസാണ് വെച്ച് ഇവനെ എൻകൗണ്ടർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവൻ സറണ്ടർ ആയത് ഗിൽട്ട് കാരണമാണോ അതോ ഇനി വല്ല പ്ലാൻ ഉണ്ടോ, അതാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. 2 മണിക്കൂറിന്റെ പടം. വൻ കിടു എന്നൊന്നും ഞാൻ പറയില്ല. ദിസ് ഇസ് ആക്ച്വലി വെറൈറ്റി പടം, നൈസ് പടം. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. സോ ഇതിൽ ഇവനൊരു തന്തയും തള്ളി ഉണ്ടടേ. ചെക്കൻ അവരെയൊക്കെ തട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. തന്ത കൊടൂരൻ പറഞ്ഞിട്ടിരിക്കുമ്പോ തള്ള കൊടൂരിയുടെ കൊടൂരി. തട്ടീന് ഒരു കുറ്റവും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാധനമാണ്. സോ നമ്മൾ എപ്പോഴും പറയും സൈക്കോസ് ആർ നോട്ട് ബോൺ, ദേ ആർ മെയ്ഡ്. അത് അങ്ങനെയാണോ അല്ലേ എന്നൊക്കെ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. സോ ഇതിൽ ഈ ചെക്കൻ അബ്നോർമൽ ആണോ അല്ലെങ്കിൽ സൈക്കോ ആണോ നോർമൽ ആണോ എന്ന് അറിയാൻ വേണ്ടി ഒരു ടെസ്റ്റ് എടുക്കുന്നുണ്ട്. അവര് പറയുന്നത് എന്താ റോഷാക്ക് ടെസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്. കുറെ പിക്ചേഴ്സ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇത് ഫസ്റ്റ് ഗ്ലാൻസിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുക. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചെക്കൻ കണ്ടിട്ട് ഇങ്ങനെയാണ് തോന്നി പറഞ്ഞു. അത് തന്നെയാണ് പേഴ്സണലി എനിക്കും തോന്നിയത്. അപ്പൊ ആ വേറെ കൊച്ചു പറയുന്നുണ്ട് അത് അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് തോന്നുക, നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേറെയാണ് ഇത്ര തോന്നുക. സോ ഈ സിനിമ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയെങ്കിൽ ഒന്ന് പറയും. ചുമ്മാ പറ്റിക്കാൻ പറയുന്നതായിരിക്കും അല്ലേ. ഒന്നെങ്കിൽ എന്റെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ആ ഫോട്ടോന്റെ കുഴപ്പമായിരിക്കും. സോ ജോക്സ് അപ്പാർട്ട്, അത്യാവശ്യം നൈസ് പടം. ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല ത്രില്ല് അടിപ്പിക്കുന്നുണ്ട്. നല്ല ത്രില്ല് അടിപ്പിക്കുന്ന ഫസ്റ്റ് ഹാഫ് ആണ്. ആൻഡ് ഇതൊരു നോൺ ലീനിയർ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ലോ പേസ്ഡ് ആണെങ്കിലും രസമുണ്ട് ഇങ്ങനെ കണ്ടിരിക്കുക. ഇതിൽ പോലീസ് ഓഫീസർ ആയിട്ട് നമ്മുടെ ബൺബട്ട ജാം തമിഴ് സിനിമയുണ്ട്. അതിൽ നമ്മുടെ നായകന്റെ ഫ്രണ്ട് ആയിട്ട് ആളാണ് വരുന്നത്. അവർക്കൊന്നും അധികം പെർഫോം ചെയ്യില്ല ഈ തന്ത തള്ള സ്റ്റീഫൻ. കാരണം ഈ 3 പേരാണ് അബ്നോർമൽ. അവര് കിടു പെർഫോമൻസ് ആണ്. കിടു, തന്ത കൊടൂരൻ, തള്ള കൊടൂരി ആൻഡ് ചെക്കൻ വേറെ ലെവൽ പെർഫോമൻസ് ആണ്. അതിന്റെ ഇടയിൽ ഇവർ ലവ് ട്രാക്ക് കൊണ്ടേ കയറ്റും. ഞാൻ വിചാരിച്ചു പോയി പടം മൊത്തം കയ്യിൽ നിന്ന് പോയി. കാരണം അത്രയും അവിഞ്ഞ ഒരു ലവ് ട്രാക്ക് ആയിരുന്നു. പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് അവർ കൊണ്ടുവന്നു. അത് പെട്ട സാധനമായിരുന്നു. ടുവേർഡ്സ് ലാസ്റ്റ് ഒരു ട്രാൻസിഷൻ ഉണ്ട്, അത് നൈസ് സാധനമായിരുന്നു. എന്തോന്നടേ ഇത് ഈ ലോകയില് സൂപ്പർ പവർ ഉള്ള ആൾക്കാരെ യൂണിവേഴ്സ് എടുക്കുന്ന പോലെ സൈക്കോന്റെ യൂണിവേഴ്സാ ഈ സിനിമ കണ്ടേ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാണ് അവർ കൊണ്ടേ നിർത്തുന്നത്. സൈക്കോ ആൾക്കാരുടെ ഒരു യൂണിവേഴ്സ് ഇവർ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര വർക്കായിട്ടോ ഈ സിനിമ. നൈസ് സാധനമാണ്. ഈ ലവ് ട്രാക്കും കുറച്ച് പരിപാടി മാത്രമേ എനിക്ക് വർക്ക് ആവത്തുള്ളൂ. 2 മണിക്കൂറേ ഉള്ളൂ. അത്യാവശ്യം ക്രിസ്പ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. വെറൈറ്റി പടം. ഇത് എല്ലാവർക്കും വർക്ക് ആവോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയില്ല. ചിലവർക്ക് ഇത് നന്നായി വർക്കാവും, ചിലവർക്ക് വർക്ക് ആവില്ല. അങ്ങനെയാണല്ലോ സിനിമ. സോ കണ്ട് തീരുമാനിക്കുക. മലയാളം ഭാഷയൊക്കെ അവൈലബിൾ ആണ്. ഞാൻ തമിഴാണ് കണ്ടത്. സോ ട്രൈ ഇറ്റ് ഔട്ട്. സ്റ്റീഫൻ അവൈലബിൾ ഓൺ നെറ്റ്ഫ്ലിക്സ്.